നമസ്കാരം. പ്രസിദ്ധ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അരബിന്ദോ എന്ന സാഹിത്യകാരനെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിപ്ലവകാരിയായ രാഷ്ട്രീയ പ്രവർത്തകൻ, കവി, തത്വചിന്തകൻ എന്നീ നിലയിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ശ്രീ അരബിന്ദോ. 1872 കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. ബ്രിട്ടീഷ് രീതികളോട് അന്ധമായ ഭ്രമമുള്ള ആളായിരുന്നു അരബിന്ദോയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ബംഗാളി പഠിപ്പിക്കാൻ അരബിന്ദോയ്ക്ക് അനുവാദമില്ലായിരുന്നു. ഇംഗ്ലണ്ടിലായിരുന്നു അരബിന്ദോയുടെ കോളേജ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് മുഖ്യഭാഷയായി പഠിച്ച അദ്ദേഹം ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച് എന്നീ ഭാഷകളും നല്ല രീതിയിൽ വശമാക്കി. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ബംഗാളിയും സംസ്കൃതവും പഠിക്കാൻ തുടങ്ങി. എല്ലാ ഭാഷകളിലും കവിതകൾ രചിച്ച് തൻ്റെ ഭാഷാ നൈപുണ്യം പ്രകടിപ്പിച്ചു. എങ്കിലും ഇംഗ്ലീഷിലായിരുന്നു എക്കാലവും അരബിന്ദോയുടെ പ്രധാന രചനകളെല്ലാം. ഇംഗ്ലണ്ടിലെ പഠനത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ അരബിന്ദോ തുടക്കത്തിൽ പ്രധാനമായും രാഷ്ട്രീയ ലേഖനങ്ങളാണ് എഴുതിയത്. പിന്നീട് കവിതയിലേക്ക് തിരിഞ്ഞു. ഉർവശി, ലവ് ആൻഡ് ഡെത്ത് എന്നീ ദീർഘകാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ കൈ ഒതുക്കത്തിൻ്റെ ഉത്തമ മാതൃകകളാണ്. 24,000 വരികളുള്ള സാവിത്രി എന്ന ദീർഘകാവ്യമാണ് കവിതയിൽ അരബിന്ദോയുടെ മികച്ച സംഭാവന. ദ ലൈറ്റ് ആൻഡ് ഡിവൈൻ, ദ ഹ്യൂമൻ സൈക്കിൾ തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 1950 അരബിന്ദോ അന്തരിച്ചു. സാഹിത്യലോകത്ത് മികച്ച സംഭാവന നൽകിയ ഇംഗ്ലീഷ് എഴുത്തുകാരനെ ഈ ചുരുക്കം വാക്കുകളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.